You know what scares us? Scares is the most. Yeah. Being 18. ലൈക്ക് നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട് പറയും നിങ്ങൾക്കെല്ലാം അറിയേണ്ട പ്രായമാണെന്ന്. ഏത് കരിയർ ചൂസ് ചെയ്യണം? ഏത് കരിയർ ചൂസ് ചെയ്യണം? ഇനി കരിയർ പോട്ടെ, നമുക്ക് ഇതിൽ പാഷൻ ഉണ്ടോ? ചിലപ്പം ഈ നമുക്ക് ഡോക്ടർ അങ്ങനെ ആവണം എന്നൊക്കെ ഉള്ള പാഷൻ ആണെങ്കിൽ അതൊക്കെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണം, കൂടെ ഉള്ളവരുടെ സപ്പോർട്ട് വേണം. പിന്നെ നല്ല സ്ട്രെനോസ് ആണ് ആ പണി, അല്ലെന്നൊന്നും ഞാൻ പറയില്ല. നല്ല സ്ട്രെസ്ഫുൾ ആണ് ഈ ഡോക്ടർ, നീറ്റ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന പറയുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറച്ച് കഴിവുണ്ടാവും, അതിനോട് നമുക്ക് ഭയങ്കര പാഷൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ അതിന്റെ പുറകെ പോയാൽ നമ്മുടെ കരിയർ സ്റ്റേബിൾ ആവോ? നമ്മൾ അതിനുവേണ്ടി കുറെ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പാരന്റ്സിനോട് ചോദിക്കണം. ഒരു 18 വയസ്സിൽ ഔട്ട് ഗ്രോ ചെയ്യുന്ന സാധനം. പക്ഷെ ഒറ്റ കാര്യം, നമ്മളെല്ലാവരും ഒരേപോലെയാണ്, അതാണ് ആലോചിക്കേണ്ടത്. കാരണം കുറെ പേരുണ്ട് നമ്മൾ സോർട്ടഡ് ആണെന്ന് വിചാരിക്കുന്ന പോലെ ഒരു മറ്റേ സംസാരിക്കാൻ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അതന്നെ, സോർട്ടഡ് ആണെന്ന് വിചാരിക്കുന്ന പോലെ ഒരു മറ്റേ തീട മണ്ടയ്ക്കായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ മനസ്സിൽ കുറെ ചിന്തകളാണ്, കുറെ ഐഡിയാസ്, ഇങ്ങനെ ആവണം എന്നൊക്കെ വിചാരിക്കും. അത് പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്റ്റ പോസ്റ്റ് കാണും, നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല. അതെ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ സ്ട്രെസ്, പിന്നെ അടുത്ത ഓവർ തിങ്കിങ്. ജസ്റ്റ് റിയലൈസ് ദാറ്റ് ദിസ് ഈസ് നോർമൽ. നോർമലൈസ് ചെയ്യുക. ഈ ഒരു സ്റ്റേജ് എല്ലാവർക്കും ലൈഫിലുണ്ടാവും, അറ്റ് എനി പോയിന്റ് ഓഫ് ലൈഫ്, ഏതൊരു പോയിന്റും. സോ ഇറ്റ്സ് ജസ്റ്റ് നോർമൽ, ജസ്റ്റ് ചിൽ ഗൈസ്. എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്നാലും പറ്റുന്നത്രയും ഈ സ്ട്രെസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്യണം, എന്നാലേ ലൈഫ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ പക്ഷെ ഞങ്ങൾ എന്നും എൻജോയ് ചെയ്യുന്നില്ല കേട്ടോ, ഞങ്ങളൊക്കെ നല്ല സ്ട്രെസ്സിലാണ്. സോ ജസ്റ്റ് നോർമലൈസ് ഇറ്റ് ആൻഡ് ബൈ.